ഹലോ ഗൈസ്, സൂസമല്ലി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് BM ഹോട്ടൽ ആൻഡ് റിസോർട്ട്സിന്റെ ഒരു ബീച്ച് റിസോർട്ടാണ്. ലോങ് ബീച്ച് ക്യാമ്പ് റിസോർട്ട് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റിലാണുള്ളത്. ഞങ്ങൾ കമ്പനിയിൽ നിന്ന് വന്നൊരു ട്രിപ്പായിരുന്നു, ഒരു ഫാമിലി ട്രിപ്പായിരുന്നു. അപ്പോൾ വീഡിയോസിലേക്ക് പോകാം. പാർക്കിങ്ങിൽ നിന്ന് വണ്ടി നിർത്തി കയറി ചെല്ലുന്നത് അതുകൊണ്ട് എൻട്രൻസിലോട്ടാണ് കേട്ടോ. ലോങ് ബീച്ച് ക്യാമ്പ് ഗ്രൗണ്ട്. അവർക്ക് ബഗ്ഗി സർവീസ് ഉണ്ട്, നമുക്ക് ചുറ്റി കാണാനായിട്ടൊക്കെ ബഗ്ഗി സർവീസ് ഉണ്ട്. നമ്മൾ ഇന്നിപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ്. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം എത്തിയിരുന്നു. വൈകുന്നേരം എത്തിക്കഴിഞ്ഞ് പിന്നെ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ആ നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നേരെ ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ട്. രജിസ്റ്റർ ചെയ്ത് നമുക്ക് കയ്യിൽ ഇങ്ങനെ ഓരോ ബാഡ്ജ് ഇട്ട് തരും. അതിനുശേഷം നമുക്ക് ഓരോ ഹട്ടുകളാണ് ഇവിടെ. ഓരോ ഹട്ടിലോട്ട് നമുക്ക് പോകാനുള്ള ഓപ്ഷൻസ് ആണുള്ളത് കേട്ടോ. അപ്പോൾ അതിന് ഹട്ടിൻ്റെ താക്കോലും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ട് നമ്മളെ വിടും. അപ്പോൾ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്നൂക്കർ ബോർഡ് കാര്യങ്ങൾ, അതേപോലെ ടേബിൾ ടെന്നീസ്, അങ്ങനെയുള്ള ഏരിയ ആയിരുന്നു ഇതൊക്കെ. അപ്പോൾ അവർ കവർ ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ ഈ സൈഡിൽ നമുക്ക് കളിമണ്ണ് കൊണ്ട് നമുക്ക് പോട്ടുകൾ നിർമ്മിക്കാനുള്ളതും അങ്ങനെയുള്ളൊരു ഏരിയയാണ്. ഇവിടെ നമുക്ക് അവർ പഠിപ്പിച്ചു തരും ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ഓരോ ടൈമിംഗ് ഉണ്ട്, ഓരോന്നിനും ഓരോ ടൈമിംഗ് അവർ തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് അമ്പ് ചെയ്ത് പരിശീലിക്കാനുള്ളത് ഉണ്ടല്ലേ. എല്ലാം അതിൻ്റെ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ആക്ടിവിറ്റിക്കും അവർ ഓരോ ടൈം പറഞ്ഞിട്ടുണ്ട്. ആ ടൈം സോണിലാണ് അവരത് സെറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് ഓരോ ഹട്ടുകൾ വരുന്നത്. ഇതൊക്കെ ഇച്ചിരി ഹൈ ലെവൽ ഹട്ടുകളാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഗ്ലോബ് പോലിരിക്കുന്നത്. ഇതിങ്ങനെ 1 2 3 4 അങ്ങനെ കുറച്ച് ഹട്ടുകൾ ഈ ഭാഗത്തുണ്ട്, ഇവിടെയുണ്ട്. ഇത് പക്ക വീട് പോലെ തന്നെയുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹട്ടുകൾ. ഇതൊക്കെ ഒരു സോളാർ പവേർഡാണ് കേട്ടോ അല്ലേ. ഒരു സൈഡിൽ മൊത്തം ഗ്ലോബ് പോലെ, ഒരു സൈഡിൽ മൊത്തം വീട് പോലെയാണ് രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. താഴത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ വരുന്ന കിഡ്സ് പൂളാണ്, കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഏരിയയാണ് ഇവിടെ കളിക്കാനായിട്ട്. ബാക്കിയുള്ള ഹട്ടുകൾ ഈ ഭാഗത്താണ് വരുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നേരെയുള്ള ഹട്ട് എന്ന് പറയാനുള്ള പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ടെൻറ്റുകൾ കണ്ടില്ലേ, ഈ ഭാഗത്തും അപ്പുറത്തെ സൈഡിലും. ഇത് ശരിക്കും പൂൾ ബാറാണ് ശരിക്കും. ആമക്കുട്ടി, കണ്ടില്ലേ ഹട്ടുകള്? രാവിലെ തന്നെ ഓരോരുത്തർ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമുക്ക് കിട്ടിയിരുന്ന ഹട്ടിൻ്റെ പറഞ്ഞാൽ 457 457 നമ്പർ ഹട്ടായിരുന്നു നമ്മുടേത്. അമ്മ രാവിലെ ഇരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഹായ് 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 ഹായ്. അച്ചുകൂട്ടൻ ഉറക്കാണ്. ആ ഓപ്പണേക്ക് ഇന്നലെ മറ്റേ ബീച്ചിലൊക്കെ പോയി ചാടി കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് വെള്ളം മറ്റൊരു തൂക്കിയിട്ടേക്കണം. എല്ലാം അങ്ങനെ തന്നെ എല്ലാം പുറത്തിട്ടേക്കണ്ട.
അച്ചുകുട്ടൻ നല്ല ഉറക്കാണ്. ഇതാണ് ഹട്ടിൻ്റെ അകം വരുന്നത്. കറക്റ്റ് പറഞ്ഞൊരു 4 പേർക്ക് കിടക്കാനുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഞാൻ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിരിക്കുകയാണ്. അതൊക്കെ ലൈറ്റ് കത്തുന്നതാണ്. പിന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഷാംപൂ, അതേപോലെ സൺസ്ക്രീൻസ്, അതേപോലെ തന്നെ ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, ചെരുപ്പ് എല്ലാം ഇവിടുന്ന് അവർ തരുന്നുണ്ട് കേട്ടോ. അമ്മു എങ്ങനെയുണ്ടായിരുന്നു? എങ്ങോട്ട് തണുപ്പുണ്ടോ? തണുപ്പൊന്നുമില്ല. പക്ഷെ ആദ്യം വിചാരിച്ചു നമ്മൾ ഒരു ഉച്ചയ്ക്കല്ലേ സമയത്ത് ഹട്ടി കയറാൻ പറ്റില്ല. ആക്ച്വലി ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല ചൂടായിട്ട് കിടക്കുകയായിരുന്നു ഹട്ട്. ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ AC ഇല്ല. AC ഇല്ലാത്ത ഹട്ടാവുമ്പോൾ അനുസരിച്ച് മനസ്സിലാവുമല്ലോ, നല്ല ചൂടും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കിനും അതെല്ലാം പോയി, സെറ്റായി. മീൻസ് നല്ല കാറ്റും കാര്യങ്ങളായപ്പോൾ ഒന്നാമത് ബീച്ചിൻ്റെ സൈഡായതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ ആ ചൂടും കാര്യങ്ങളൊക്കെ മാറി പിന്നെ നല്ല നോർമൽ റൂം ടെമ്പറേച്ചറിലോട്ട് വന്ന് എല്ലാം നല്ല സെറ്റായിരുന്നു കേട്ടോ. ഇനി ബാക്കി കാണിച്ചു തരാം. എൻ്റെ ജയഞ്ചേട്ടൻ്റെ എല്ലാവരും പുറത്തുണ്ട്. കുറേ പേര് വോളിബോൾ കളിക്കുന്നുണ്ട്, കുറേ പേര് അപ്പുറത്ത് ചുറ്റി കാണാൻ പോയിട്ടുണ്ട്. ആരും കണ്ടിട്ടൊന്നുമില്ല ശരിക്കും. കുറേ പേര് ഇവിടെ നിൽക്കുന്നു. ഹൈ ഷമീർ നിൽക്കുന്നു, നമ്മുടെ ദീപക് സാർ നിൽക്കുന്നു. നിന്നെ കിട്ടിയതാണ്. ഇതാണ് നമ്മുടെ നോർമൽ നമുക്ക് എല്ലാവർക്കും മീൻസ് വലിയ ആൾക്കാർക്ക് ഉള്ള പൂളാണിത്. അത്യാവശ്യം നല്ല വൈബായിരുന്നു ഇവിടെ. അനൂപ് ബാക്കിയുള്ളവരുടെ ഹട്ടല്ലേ? അപ്പുറത്തെ മൃഗങ്ങളാ കാണിച്ചില്ല. അങ്ങോട്ട് പോകുന്നുള്ളൂ, അങ്ങോട്ടൊന്നും പോയില്ല. ഉണ്ടോ? എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി നിൽക്കുകയാണ് ഇവിടെ. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. പിന്നെ താഴത്തും ഇതേപോലെ തന്നെ ഫുഡ് കൗണ്ടേഴ്സാണ്, നമുക്കിരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ. പിന്നെ അവിടെ ഒരു ഫ്ലോട്ടിംഗ് തിയേറ്റർ എന്നൊക്കെയാണ് പറഞ്ഞത്. ഫ്ലോട്ടിംഗ് ആണോ? അല്ലല്ലോ, അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ആദ്യം. അവിടെ ഒരു തിയേറ്റർ സെറ്റ് ഉണ്ട് അവിടെ. ഞാൻ കാണിച്ചു തരാം, അങ്ങോട്ട് പോയി കാണിച്ചു തരാം. താഴത്തോട്ട് ഇറങ്ങാനുള്ള സെറ്റ് ചെയ്തേക്കുന്നത് 2 രീതിയിലോട്ട് വേ കൊടുത്തിട്ടുണ്ട്. എല്ലാം വാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇന്നലെ അവരൊരു ഇതിട്ടിരുന്നു, മറ്റേ മജ്ലീസ് ഇട്ടിരുന്നു അല്ലടാ? ഇവിടെ മജ്ലീസ് ഉണ്ടായിരുന്നു ഇന്നലെ. നിനക്ക് സ്പായ പറ്റുള്ളൂ അല്ലേ? ഇതൊക്കെ ഇരുന്ന് ബീച്ച് വ്യൂവിന് വേണ്ടി മാത്രം ഇട്ടേക്കുന്ന കേട്ടോ ഈ ഭാഗമൊക്കെ. താഴത്തോട്ട് പോകുമ്പോൾ ഇവിടെ ഉണ്ട് കുറേ ഹട്ടുകൾ ഇല്ലേ. ഓരോ ഹട്ടിന് ഓരോ പേരാണ്. ഫാമിലി ഹട്ട് ഉണ്ട്, അതേപോലെ ഡീലക്സ് ഹട്ട് ഉണ്ട്. ഡീലക്സ് ഹട്ട് എന്ന് പറയുന്നത് ചെറിയ ഹട്ടുകളാണ്. ഡീലക്സ് ഹട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ഹട്ടും, ഫാമിലി ഹട്ട് എന്ന് പറയുന്നത് വലിയ ഹട്ടുമാണ്. ഒരു സ്റ്റേജ് ഉണ്ട്. എന്തായാലും ഇവിടെ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ടാകും. ഞാനത് പിൻ ചെയ്തേക്കാം. ഇതിനകത്ത് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇപ്പോൾ രാവിലത്തേക്കുള്ള ഫുഡൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെല്ലാം. പോവാം. രാവിലത്തെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ജയൻചേട്ടൻ നടന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് ജയ് ഭായി? അടിപൊളി. ഓക്കെ. സത്യം പറഞ്ഞാൽ ഇന്നലെ നൈറ്റ് നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു എന്താ പറയുക, എല്ലാം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വൈബിലായിപ്പോയി. കാരണം എന്താ പറയുക, ബീച്ചിലും അതേപോലെ തന്നെ പൂളിലും പിന്നെ ഓരോ ആക്ടിവിറ്റീസിലും ഒക്കെ അങ്ങ് എൻഗേജ്ഡ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല ശരിക്കും. അതേപോലെ തന്നെ നൈറ്റിൽ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ വീഡിയോ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റി. എല്ലാം ഫ്രീ ആണ്. ഫുഡിന് സെപ്പറേറ്റ് പൈസ ഒന്നും വേണ്ട, എല്ലാം ഫ്രീ ആണ്. പക്ഷേ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റാത്തതിൽ വളരെയധികം സങ്കടമുണ്ട്. ഇവിടെയൊക്കെ ബാർബിക്യൂ അതേപോലെ തന്നെ സെറ്റപ്പാണ്. ഒന്ന് എല്ലാം അടിച്ച് ഫുഡിൻ്റെ കൗണ്ടേഴ്സെല്ലാം സെറ്റായി വരുന്നുള്ളൂ. അവിടെ കുക്കിംഗ് നടക്കുന്നുണ്ട്. പിന്നെ ആ ഭാഗത്തൊക്കെ അടിച്ചു. ഫുഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ആ ഫാമിലി ആയിട്ട് പോകുന്നു. അധികം തിരയൊന്നും ഇല്ലാത്ത ബീച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിള്ളേർക്കൊക്കെ ഇറങ്ങി കളിക്കാനൊക്കെ സൗകര്യമാണ് കേട്ടോ. എന്നാൽ അച്ചുവൊക്കെ അവിടെ കിടന്ന് കുത്തിമറിയായിരുന്നു, ഒരു കുഴപ്പമില്ല. ഇവിടെ എല്ലാം കാണുന്നതൊക്കെ ബീച്ച് വ്യൂവിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. ശരിക്കും നമ്മൾ കടലിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം എന്താ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആക്സസ് ഉള്ളതാണ് കേട്ടോ. അതായത് സ്പീഡ് ബോട്ടുകൾ, ഇത് നമ്മൾ നോക്കിയില്ല. കയാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ബോട്ടിൻ്റെ അതേപോലെ ഇതൊന്നും നമ്മൾ ചെക്ക് ചെയ്തില്ലായിരുന്നു കേട്ടോ. കയാക്കിംഗ് ഉണ്ട്, കയാക്കിംഗ് നമുക്ക് യൂസ് ചെയ്യാമെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. ഇവിടെയാണ് അതിനുള്ളൊരു ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്, നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള. നമുക്ക് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വോളിബോള് ഒക്കെ കളിക്കാനുള്ളൊരു സൗകര്യമുണ്ട് ഇവിടെ. ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞ് വന്നാൽ ഇതൊക്കെയാണ് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ്. കാണിച്ചു തരാം. ജെറ്റ് സ്കീ ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, ബനാന ബോട്ട് റൈഡ് ഉണ്ട്, നീ ബോർഡ് ഉണ്ട്, വാട്ടർ സ്കീ, വെയ്ക്ക് ബോർഡ്, ഡോണറ്റ് റൈഡ്. ഇതെല്ലാം ഓരോ ഇതുണ്ടല്ലേ, ഇതൊക്കെ വലിച്ചുകൊണ്ട് നടന്നോളും. നമ്മളിതിനൊന്നും ഇതിനൊക്കെ സമയം, ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഇതാണ് മെയിൻ ഇത്, കണ്ടില്ലേ. നമുക്കിതിന് ഏതൊക്കെയോ കുറേ ആക്സസ് ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ പെയ്ഡാണ്. ജെറ്റ് സ്കി ഒക്കെ പെയ്ഡാണ്, അതായത് അവിടെ ഇരിപ്പുണ്ടല്ലോ അതൊക്കെ പെയ്ഡാണ്. ഇവിടെ നിന്ന് മേളിലോട്ട് കയറുന്ന സമയത്ത് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞിട്ട് കുളിക്കാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഷാമ്പു എല്ലാവരും അവിടെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാഷ്റൂമുണ്ട്. ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി കഴിയുമ്പോൾ ഡോങ്കി ഉണ്ട് ഇവിടെ. അതേപോലെ അവിടെ മയിലുണ്ട്, കണ്ടില്ലേ, ആ കൂട്ടിനകത്ത് മയിലുണ്ട്, മുയലുണ്ട്, ആട്, മാന്, പുള്ളിമാനൊക്കെ ഉണ്ടാവും, ടർക്കിക്കോഴി, പുള്ളിമാന് എല്ലാം ഉണ്ട് ഇവിടെ, താറാവ്. പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സൺസെറ്റ് ഓർ സ്യൂട്ട് സെറ്റാണ്, അതായത് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റാണ്. അതിനൊക്കെ നല്ല പെയ്ഡാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നിന്ന് തന്നെ നല്ല സൺസെറ്റ്. അച്ചുക്കുട്ടൻ എഴുന്നേറ്റു. അച്ചു 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 ഗുഡ് മോർണിംഗ്. എന്നപ്പാ ഉറങ്ങിയോ? ഇത് നേരത്തെ എഴുന്നേറ്റേ പല്ല് വെച്ചോ? ഇതുണ്ടോ, ഇതാണ് അച്ചുവിൻ്റെ ബാറ്റ്. കുട്ടികൾക്ക് ഗ്രീനും അഡൽട്സിന് പിങ്ക് കളറുമാണ്. ചെറിയൊരു മ്യൂസിക്കോട് കൂടി ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാ ഫുഡുള്ളത്. എന്തൊക്കെയാണ് ഫുഡ് എന്തൊക്കെയുള്ളത്? ഇവിടെ ഓംലെറ്റ് ആണ്. അവിടെ സാധനം ഉണ്ടല്ലേ, അത് ഓംലെറ്റ് ഉണ്ട് സാധനം. ഓംലെറ്റ് ഇതാണ് രാവിലത്തെ. ബേക്കഡ് ടൊമാറ്റോ, ഹാഷ് ബ്രൗൺ ടൊമാറ്റോ, പൊട്ടറ്റോ, ഉപ്മാവ്, അതൊക്കെ. പിന്നെ ചനാ മസാല, കോഫിയാണ്, ഇല്ല ഓറിഞ്ച്, ബേക്കഡ് ബീൻസ്. ഈജിപ്ഷ്യൻ ഫുഡാണല്ലോ, ഫൂൾ മദാംസ്, ഈജിപ്ഷ്യൻ ഫുഡാണ്. അതിന് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് ഇവിടെ.
പിന്നെ കോൺഫ്ലേക്സ്, കോൾഡ് മിൽക്ക് എല്ലാം ഉണ്ട്, കോക്കോ പപ്സ്. ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ എന്തോ ഒരു നാൻ ഇരിപ്പുണ്ട്, ബട്ടർ നാൻ ഉണ്ട്. പിന്നെ ബ്രെഡ്സ് ആണ് ഇവിടെ, ബ്രെഡുകളാണ്, പല ടൈപ്പ് ബ്രെഡുകളുണ്ട് ഇവിടെ, ക്രോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ടർ, ഇവിടെ പാൻ കേക്ക്സ് ആണ്, യോഗട്ടിൻ്റെ ഇതാണ് വരുന്നത്, പിന്നെ ഹണി ജാം എല്ലാം ഉണ്ട് ഇവിടെ, മേപ്പിൾ സിറപ്പ്, ബ്ലൂബെറി, പിന്നെ സാലഡ്സ്, നട്ട്സ്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, രാവിലെ ഉണ്ട്. ഇവിടെ തന്നെ സ്ക്രാമ്പിൾഡ് എഗ്, ടൊമാറ്റോ കെച്ചപ്പ്, മയോണൈസ്. ഓക്കെ, ഇവിടെ തന്നെ സോസേജ് ഗ്രിൽ ചെയ്ത് വരുന്നുണ്ട്, ബീഫ് സോസേജ് ഉണ്ട്, ചിക്കൻ സോസേജ് ഉണ്ട്, കോൺ ഫ്രൈഡ് റൈസ്, കോളിഫ്ലവർ സ്റ്റൂ, ഹണി ഗ്ലേസ്ഡ് ക്രാബ്, ബ്രോക്കോളി. ഇതാണ് രാവിലത്തെ ഫുഡ് ഐറ്റംസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കളക്ട് ചെയ്തിട്ട് വരാം. ഉൾക്കുള്ള മുട്ട പൊരിക്കുന്നു. കഴിച്ചു തുടങ്ങിയപ്പോൾ ആലോചിച്ചു, ഞാൻ പറഞ്ഞാണല്ലോ കാണിച്ചു തരാന്ന്. ഞാൻ ഓംലെറ്റും ബുൾസയും ഒക്കെ എടുത്തേക്കുന്നത്. ഓംലെറ്റ് അച്ഛന് വേണ്ടി എടുത്താണ്, പിന്നെ ഒരു ബട്ടർ നാൻ എടുത്ത്, ഒരു ക്രോയിസൺ എടുത്ത്, കുറച്ച് ഉപ്പാവ് എടുത്ത്, സോസേജ് എടുത്ത്. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. മറ്റൊന്നും പോരാ. അപ്പോൾ ഞങ്ങൾ സ്റ്റേക്കേഷൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ നേരത്തെ പരിചയം ഉണ്ടാവും വിചാരിക്കുന്നു, സേതു, നീതു, റമ്മു, അച്ചു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.